പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദയുടെ ഫോൺ കാണാത്തത് കൊണ്ട് തന്നെ വേദയുടെ ഫോണിലേക്കൊന്ന് റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വിക്രമിനോട് ഫോൺ ചോദിക്കുകയാണ്. വിക്രം ഫോൺ തപ്പി നോക്കുന്ന സമയത്തിന് ഫോണൊന്നും കാണുന്നില്ല കേട്ടോ. എന്നിട്ട് എവിടെയാ ഫോൺ എന്ന് ചോദിക്കുന്ന സമയത്തിന് അത് വർക്ക്ഷോപ്പിൽ മറന്നു വെച്ചു എന്ന് പറയും. എന്നാൽ വിക്രം ഫോൺ വർക്ക്ഷോപ്പിൽ മറന്നു വെച്ചു എന്ന് കേൾക്കുന്നതോടു കൂടി തന്നെ വേദ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. വേദക്കാണെങ്കിൽ അതോർത്തുകൊണ്ട് തന്നെ ചിരി അടക്കാനാവാതെ വേദ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് കാണുന്ന സമയത്തിന് വിക്രമിനും അങ്ങ് ചിരി വരും. വേദ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇത്രമാത്രം ബോധമില്ലേ മനുഷ്യ, കഷ്ടം, എവിടെയോ കൊണ്ടുപോയിട്ട് ഫോൺ മറന്നു വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയും. അല്ല, ശരിക്കും നിങ്ങൾ വർക്ക്ഷോപ്പിൽ തന്നെയാണ് ഫോൺ വെച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം ഏതായാലും തൻ്റെ ഫോണും ചിന്തിച്ചുകൊണ്ട് തന്നെ നേരെ പുറത്തേക്ക് പോകുന്നുണ്ട്. വിക്രം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു, അവളുടെ മുന്നിൽ ഞാൻ ആകെ നാണം കിട്ടു. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഫോണൊന്ന് കൈ കിട്ടുക? ബൈക്കാണെങ്കിൽ ജോസഫ് കൊണ്ടുപോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എപ്പോഴാണാവോ എല്ലാവരും തിരിച്ചു വരാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രം അങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഇതേ സമയത്തായിരിക്കും വേദയുടെ ഫോൺ മുറിയിൽ നിന്നിങ്ങനെ റിങ് ചെയ്യുന്ന സൗണ്ട് വിക്രം കേൾക്കുന്നത്. വേദ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്തിന് വിക്രം ആ ഒരു റിങ് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിക്രം വന്ന് നോക്കുന്ന സമയത്തിന് വേദയുടെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നത് മുത്തശ്ശിയായിരിക്കും. മുത്തശ്ശിയുടെ കോൾ കാണുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, ഓ മുത്തശ്ശിയാണ് വിളിക്കുന്നത്, ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വിളിയായിരിക്കും ഇത്. ഇവളേതായാലും ഇന്ന് ഈ കോള് കാണണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പയ്യെ ആ ഒരു കോൾ അങ്ങ് കട്ടിയാട്ട വിക്രം. എന്നാൽ ഇതെല്ലാം തന്നെ വേദ പുറകിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. വിക്രം പയ്യെ ആ ഒരു ഫോൺ ഇങ്ങനെ ഒളിപ്പിക്കാൻ നോക്കുന്നതും കണ്ടുകൊണ്ടായിരിക്കും വേദ അങ്ങോട്ടേക്ക് വരുന്നത്. വേദ ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പോൾ നിങ്ങളാണല്ലേ എൻ്റെ ഫോൺ എടുത്തിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രത്തിനങ്ങ് ദേഷ്യം വരും. ദേ, അനാവശ്യം വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ ഫോണാണെന്ന് ഞാൻ നോക്കില്ല എന്ന് പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, അതെ, ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ടതാ നിങ്ങൾ എൻ്റെ ഫോൺ ഒളിപ്പിച്ച് വെക്കുന്നത്. ഫോൺ റിങ് അടിക്കുന്നതും ഞാൻ കേട്ടതാ. എന്നിട്ട് നിങ്ങളല്ലേ അത് കട്ടാക്കിയിട്ട് ഒളിപ്പിച്ച് വെച്ചത് എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ എൻ്റെ ഫോൺ മനഃപൂർവ്വം എവിടെ നിന്നും ഒളിപ്പിച്ച് വെക്കാനല്ലേ നോക്കിയത്. എന്നിട്ടിപ്പോൾ ഞാൻ അത് കയ്യോടെ പിടികൂടിയപ്പോൾ നിങ്ങൾ എന്താ എൻ്റെ മുന്നിൽ ഉരുണ്ട് കളിക്കാണോ എന്നൊക്കെ ചോദിക്കാണ് വേദ. ഇപ്പം ഞാനൊന്നല്ല, നിങ്ങൾ തന്നെയാണ് ഈ അനാവശ്യം കാണിക്കുന്നത്. എൻ്റെ ഫോൺ എടുത്തിട്ട് ചുമ്മാ പറയുന്നത് കേട്ടില്ലേ, കള്ളൻ, പെരും കള്ളൻ. അപ്പോഴേക്കും വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട്, എന്താണ് ഇനി വിളിച്ചത്, കള്ളനോ എന്നൊക്കെ ചോദിച്ചു കൊണ്ടുതന്നെ ആ ഒരു ഫോൺ ടേബിൾ വെച്ചിട്ട് അങ്ങ് വേദയുടെ അടുത്തേക്ക് അങ്ങ് വരാട്ടോ അപ്പോൾ വേദ പറഞ്ഞിട്ട്, അതെ, നിങ്ങൾ കള്ളൻ തന്നെയാണ്, അതുകൊണ്ടല്ലേ നിങ്ങൾ എൻ്റെ ഫോൺ എവിടെ നിന്നും എടുക്കാൻ ശ്രമിച്ചത്. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും എൻ്റെ ഫോൺ കണ്ടിട്ടില്ല, എടുത്തിട്ടില്ല എന്നൊക്കെ അല്ലേ എന്നോട് പറയുള്ളൂ. അപ്പോൾ വിക്രം പറയുന്നത്, സത്യമായിട്ട് നിന്റെ ഫോൺ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ പുറത്ത് നിൽക്കുന്ന സമയത്തിന് നിന്റെ ഫോണിൻ്റെ റിങ് കേട്ടുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് കയറി വന്നത്. പിന്നെ ഫോൺ റിങ് ചെയ്യുന്ന സമയത്തിന് അതിലേക്ക് നോക്കിയ സമയത്ത് മുത്തശ്ശിയുടെ നമ്പർ കണ്ടതുകൊണ്ട് മാത്രമാണ് നീ ക്ഷേത്രത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തത് എന്നൊക്കെ പറയാണ് വിക്രം. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്ന സമയത്താണ് നീ ഇങ്ങോട്ടേക്ക് വന്നത്, എന്താ കേട്ടോടി വേദാളം എന്നൊക്കെ ചോദിക്കട്ടെ വിക്രം. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പോൾ അതാണല്ലേ കാര്യം, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനഃപൂർവ്വം എൻ്റെ ഫോൺ ഒളിപ്പിച്ച് വെച്ചതാണല്ലേ. നിങ്ങൾക്കുള്ളത് ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാമെന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ടെന്ന് മാത്രമല്ല ഓടിപ്പോയിട്ട് ആ ഒരു ഫോൺ ടേബിളിൽ നിന്ന് എടുത്തിട്ട് അതങ്ങ് നിലത്തേക്ക് എറിഞ്ഞങ്ങ് പൊട്ടിക്കും. എന്നാൽ ഇത് കാണുന്ന സമയത്തിന് വേദക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം വരികയാണ്. ദേഷ്യം വന്നിട്ട് വേദ ഇങ്ങനെ വിക്രമിനെ നോക്കുന്ന സമയത്തിന് അതിൻ്റെ ഇരട്ടി ദേഷ്യത്തിൽ വിക്രം ഇങ്ങനെ വേദയെ തന്നെ നോക്കി നിൽക്കും. എന്നാൽ വേദയുടെ കണ്ണിലെ ദേഷ്യം കാണുന്ന സമയത്തിന് വിക്രം ആകെ പകച്ചു നിന്ന് പോവാണ്. കാരണം ഇനി എന്തായിരിക്കും വേദ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് വേദ പറഞ്ഞിട്ട്, അത് ശരി, പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അതിക്രമം കാണിക്കുന്നോ, ഏതായാലും നിങ്ങൾക്ക് ഇതിന് ഞാൻ കാണിച്ചു തരാം. മര്യാദക്ക് എൻ്റെ ഫോൺ എടുത്തിട്ട് ശരിയാക്കി താ, അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കൊണ്ട് ഇതിന് ഞാൻ അനുഭവിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് വേദ ദേഷ്യത്തിലായിരിക്കും. അപ്പോൾ വിക്രം പറഞ്ഞിട്ട്, ഇല്ലടി, ഞാൻ നേരാക്കി തരില്ല. അങ്ങനെ ഞാൻ നേരാക്കി തന്നിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? ഓ, എൻ്റെ അടുത്താണോടി നിന്റെ കളി. എന്നാൽ വിക്രമിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദക്കങ്ങ് ദേഷ്യം വരുന്നുണ്ടെന്ന് മാത്രമല്ല കട്ടിൽ കിടക്കുന്ന ആ ഒരു തലേനെടുത്തൊരു വിക്രമിന്റെ തലക്കിട്ട് ഒരൊറ്റ അടി അങ്ങ് അടിച്ചു കൊടുക്കട്ടെ വേദ. അപ്പോഴേക്കും വിക്രമിന് അങ്ങ് ദേഷ്യം വന്നിട്ട് മറ്റേ തലേനെടുത്തൊരു വിക്രം ഏതായാലും വേദയുടെ തലക്കിട്ടൊന്ന് അടിക്കുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കര ദേഷ്യത്തിലായത് കൊണ്ട് തന്നെ രണ്ടുപേരും ആ ഒരു പില്ലോ ഫൈറ്റ് ആയിരിക്കട്ടെ അവിടെ വെച്ച് നടക്കുന്നത്. ആ ഒരു തലേണ വെച്ചിട്ട് വിക്രം വേദ വിക്രമെ നിർത്താതെ ഇട്ട് അടിക്കുമായിരിക്കും. അങ്ങനെ തലേണയൊക്കെ പൊട്ടിയിട്ട് ആ ഒരു പഞ്ഞൊക്കെ ദേഹത്തും മേലും കട്ടിലിലും നിലത്തും അങ്ങനെ ആകെ ആവും. വിക്രം ഓടി വന്നിട്ട് വേദ ഇങ്ങനെ അടിക്കാൻ നോക്കുന്ന സമയത്തിന് വേദ അങ്ങ് കുനിയുന്നതോടുകൂടി തന്നെ താഴെ സൈഡിൽ ഒരു ബോട്ടിൽ ഇങ്ങനെ ഷാമ്പു നിറപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ആ ബോട്ടിൽ ഷാമ്പു വിക്രം അങ്ങ് തട്ടിത്തെറിപ്പിക്കുന്നതോടുകൂടി തന്നെ വേദ അങ്ങ് കുനിഞ്ഞു നിൽക്കും. അതോടുകൂടി തന്നെ ആ ഒരു ഷാമ്പു ബോട്ടിൽ നേരെ വിക്രത്തിന്റെ മേലേക്ക് അങ്ങ് വീഴും. അങ്ങനെ വേദ പയ്യെ തല പൊക്കി നോക്കുന്ന സമയത്തിന് വിക്രമിന്റെ മുഖവും തലയൊക്കെ ആകെ അങ്ങനെ ഷാമ്പൂയിൽ കുളിച്ച് നിൽക്കുന്നത് കാണുന്ന സമയത്തിന് വേദക്ക് ശരിക്കും അങ്ങ് ചിരി വരിക കേട്ടോ. വിക്രമിനാണെങ്കിൽ ആകെ ഷാമ്പു മേലായത് കൊണ്ട് തന്നെ കണ്ണു പോലും തുറക്കാൻ കഴിയാതെ ദേഷ്യപ്പെട്ട് വേദ ഇങ്ങനെ നോക്കുക. ഏതായാലും ആകെ ഷാമ്പൂയിൽ കുളിച്ചിരിക്കുന്ന വിക്രമത്തിന്റെ മുഖം കണ്ടുകൊണ്ട് തന്നെ വേദക്ക് ചിരി വന്നുകൊണ്ട് തന്നെ വേദ ഇങ്ങനെ നിർത്താതെ പൊട്ടി ചിരിക്കായിരിക്കും. അങ്ങനെ ചിരി അടക്കാനാവാതെ വേദ അവിടെ പോയിരിക്കുന്ന സമയത്തിന് കണ്ണിൽ സോപ്പെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ വിക്രം നോക്കുന്ന സമയത്തിന് വേദ ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കായിരിക്കട്ടോ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട്. അപ്പോഴേക്കും വിക്രത്തിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ടെന്ന് മാത്രമല്ല ആ ബോട്ടിലിരിക്കുന്ന ബാക്കി ഷാമ്പു കൂടെ വിക്രം എടുത്തിട്ട് നേരെ വേദയുടെ മേലേക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം വഴക്ക് കൂടിയിട്ട് ആകെ തളർന്നുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. എന്നാൽ ഇതേ സമയത്തിന് വീട്ടിലെ ആളുണ്ട് എന്ന കാര്യം സുധാകരൻ മാഷിന് അറിയില്ല കേട്ടോ. കവലയിൽ ചെന്നു കുറേ നേരം കാത്തുനിരുന്ന സമയത്തിന് കമലമ്മയെ കാണാത്തത് കൊണ്ടതിന് കമലമ്മയെ അന്വേഷിച്ചു കൊണ്ടതിന് സുധാകരൻ മാഷ് ഇങ്ങനെ വീട്ടിലേക്ക് വരും. എന്നിട്ട് വീട്ടിൽ നോക്കുന്ന സമയത്തിന് കമലമ്മയെ കാണുന്നില്ല. സുധാകരൻ മാഷ് ചിന്തിക്കുന്നുണ്ട്, ഇനിയൊരു പക്ഷേ എന്നെ കാണാത്തത് കൊണ്ടതിന് അവൾ കവലയിലേക്ക് പോയിട്ടുണ്ടാവോ. മാഷ് നോക്കുന്ന സമയത്തിന് വീടൊക്കെ തുറന്നു കിടക്കുവാണ്. മുറ്റത്ത് നോക്കുന്ന സമയത്തിന് വിക്രത്തിന്റെ ബൈക്കും കാണുന്നില്ല.
അന്നേരം വിക്രം വേദ ഏതായാലും ബൈക്ക് എടുത്തിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടാവും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സുധാകരൻ മാഷ് ഏതായാലും കഥക് തുറന്നിട്ടിരിക്കല്ലേ, ആ ഒരു കഥക് രണ്ട് സൈഡും ഇങ്ങനെ പൂട്ടിയിടുന്നുണ്ട്. ഡോറ് തുറന്നിട്ടിരിക്കുന്നത് കണ്ടിട്ട് സുധാകരൻ മാഷിന് ദേഷ്യം വരട്ടോ. എന്നിട്ട് ചിന്തിക്കുന്നത് വീട്ടിൽ ആരുമില്ല, എന്നിട്ട് പോലും ഡോറും തുറന്നിട്ട് പോയേക്കുവാണ്. ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവനുമില്ല, അവൻ കെട്ടിയ പെണ്ണിനുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ സുധാകരൻ മാഷ് ഏതായാലും ആ ഒരു ഡോറൊക്കെ ഇങ്ങനെ പൂട്ടുന്നത്. സുധാകരൻ മാഷ് ഏതായാലും അകത്തെ കഥക് പൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ കഥക് പൂട്ടുന്ന ആ ഒരു സൗണ്ടും കേട്ടുകൊണ്ട് തന്നെ വേദ അങ്ങോട്ടേക്ക് ഓടിയെത്തും. അപ്പോഴേക്കും മാഷ് കഥകൊക്കെ പൂട്ടിക്കൊണ്ട് തന്നെ അവിടെ നിന്നും ഇറങ്ങിയിരുന്നു. വേദ നോക്കുന്ന സമയത്തിന് മാഷ് ഗേറ്റ് അടക്കുന്നതായിട്ടാട്ടോ വേദ കാണുക. മാഷ് അവിടെ നിന്ന് പോകുന്ന സമയത്തിന് അച്ഛ അച്ഛ എന്നിങ്ങനെ വേദ ഉറക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ സുധാകരൻ മാഷ് ഒരിക്കലും വേദയെ കാണുന്നില്ല എന്ന് മാത്രമല്ല വേദ വിളിക്കുന്ന വിളി പോലും കേൾക്കുന്നില്ല. വീട്ടിൽ ആരുമില്ല എന്നൊക്കെ വിചാരിച്ചു കൊണ്ടായിരിക്കട്ടെ സുധാകരൻ മാഷ് വീടും ഗേറ്റൊക്കെ പൂട്ടിക്കൊണ്ട് അവിടെ നിന്നങ്ങ് പോകുന്നത്. ഈ സമയത്തൊക്കെ വേദ ഇങ്ങനെ ഉറക്കെ അലറി വിളിച്ചുകൊണ്ട് തന്നെ പറയുന്നത് അച്ഛ അച്ഛ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും സുധാകരൻ മാഷ് ഇതൊന്നും കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല ഗേറ്റും വീടൊക്കെ പൂട്ടിയതിന് ശേഷം വേഗം ഓട്ടോയിൽ കയറിയിട്ട് അവിടെ നിന്നങ്ങ് പോകും. എന്നാൽ അച്ഛനും കൂടി വീട് പൂട്ടിയിട്ട് പോയല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ തലയിലും കൈ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ഇതൊന്നും അറിയാതെ ആകെ ക്ഷീണിച്ച അവശനായിട്ടിരിക്കുകയായിരിക്കട്ടെ വിക്രം. ഇതേ സമയത്തിന് വിക്രമിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ബൈക്കുമായിട്ട് ജോസഫ് അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് വീടും ഗേറ്റൊക്കെ പൂട്ടിയിട്ടതായിട്ട് കാണും. അതോടുകൂടി തന്നെ വിക്രം ഒരിക്കലും വീട്ടിലില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു ബൈക്ക് പോലും അവിടെ കൊടുക്കാത്ത, ചാവി പോലും അവിടെ കൊടുക്കാത്ത ജോസഫ് അവിടെ നിന്ന് പോവാണ്. എന്നാലും ഞാനിപ്പോൾ വരുമെന്ന കാര്യം വിക്രമിനോട് പറഞ്ഞതല്ലേ, എന്നിട്ട് അവൻ എവിടെ, ഗേറ്റും അടച്ചിട്ട് പോയേക്കുന്നു. ജോസഫ് അവിടെ വന്നതിന് ശേഷം വിക്രം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി 2-3 തവണ ഹോൺ അടിക്കുന്ന സമയത്തിന് വിക്രം അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. വിക്രമിനെ കാണുന്ന സമയത്തിന് വേദ പറഞ്ഞത് ഇതേ കണ്ടില്ലേ, വീട്ടിൽ ആരുമില്ല എന്നൊക്കെ വിചാരിച്ചു കൊണ്ടിനെ പുറത്തുനിന്ന് വീടും ഗേറ്റൊക്കെ പൂട്ടിയിട്ട് പോയേക്കുവാണ് നിങ്ങളുടെ അച്ഛൻ. അല്ല നിങ്ങളുടെ ബൈക്ക് എവിടെയാണെന്നിങ്ങനെ വേദ ചോദിക്കുന്ന സമയത്തിന് വിക്രമിന് ആകെ പെട്ടുപോയി എന്ന് മനസ്സിലായിക്കൊണ്ടിനെ വേദയോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. എടി ഇതിനെല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റ ഒരുത്തിയാണ് ഇങ്ങനെയൊക്കെ വരുതി വെച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് വേദയുടെ നേർക്കങ്ങ് തിരിയാണ് വിക്രം. അപ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നാ ഈശ്വര, ഇനി എന്നും എനിക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വേദ ആകെ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമായിരിക്കും. അത് കേൾക്കുമ്പോൾ വിക്രത്തിന് അങ്ങ് ദേഷ്യം വരട്ടെ. അവളുടെ ഒരു ക്ഷേത്രത്തിൽ പോക്ക്, ഈശ്വര ആകെ പെട്ടുപോയല്ലോ, ഇനി എങ്ങനെ പുറത്തിറങ്ങുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രത്തിന് ആകെ ദേഷ്യം വരട്ടോ. ഏതായാലും സുധാകരൻ മാഷ് വീടും ഗേറ്റൊക്കെ പൂട്ടിയിട്ട് പോയത് കൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു ദിവസം ഒരു രാത്രിയും ഒരു പകലും വേദവും വിക്രവും മാത്രമായിരിക്കും വീട്ടിൽ. അവരെ ശല്യം ചെയ്യാൻ ആരും അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടേക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ് കേട്ടോ ഇനി നാളെയും മറ്റന്നാളൊക്കെ വരാൻ പോകുന്നത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്.